ഹലോ എവ്രി വൺ, അങ്ങനെ ഞങ്ങൾ ട്രിപ്പിൻ്റെ ഡേ 3 ആട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ കണ്ട് നോക്കിയാലോ. അങ്ങനെ നെക്സ്റ്റ് മോർണിംഗ് രാവിലെ തന്നെ ഞങ്ങൾ കുളുവിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടേനു. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ കാണുന്നില്ല. ഡിലീറ്റായി പോയതാണോ അല്ലെങ്കിൽ ഞാൻ റെക്കോർഡിങ് നേരത്തെ പോലെ ഓണാക്കാൻ വിട്ടുപോയതാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ ഓക്കെ, അത് കുഴപ്പമില്ല. നല്ല രീതിയിൽ നല്ല ഹോട്ടലാട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ കോംപ്ലിമെൻ്ററി ആയിരുന്നു. അതുമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ ഇനി കുളുവിലേക്ക് പോകലാട്ടോ. അപ്പോൾ മണാലിയിലെ യാത്ര ഇവിടെ കഴിഞ്ഞ് ഇനി കുളുവിലേക്കാണ്. കുളുവിന്ന് പിന്നെ ഡൽഹിയിലേക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് അഡ്വഞ്ചർ ആക്ടിവിറ്റി അവിടെ നിന്ന് ചെയ്യേണ്ടതെന്ന്. കുളുവിൽ മെയിനായിട്ട് പാരാഗ്ലൈഡിങ്, റിവർ റാഫ്റ്റിംഗ് അതുപോലത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഓഫീസിൽ നമ്മൾ ബുക്ക് ചെയ്ത് പൈസ അടിച്ചതിന് ശേഷം ഇവരുടെ വണ്ടിയിൽ പോകലാട്ടോ അങ്ങോട്ടേക്ക്. ജുബേർക്കാണ് പോയത് പാരാഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിവർ റാഫ്റ്റിംഗ് മുന്നേ ചെയ്തതുകൊണ്ട് അത് ഒഴിവാക്കി. പിന്നെ ഞങ്ങൾക്ക് ഹൈറ്റ് പേടിയതായതുകൊണ്ട് ഞങ്ങൾ പോയില്ല കേട്ടോ. ഇവിടുന്ന് പുറപ്പെടാൻ കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. गेटिंग रेडी चलो क्या चलो है अभी को बोल करना है जब मैं बोलूँगा, ठीक है? सेट नहीं करना है, ठीक है ब्रो? मेरी बात वन स्टेप फॉरवर्ड हो जाओ. ना कैसे करो वॉक करो.
सॉरी सॉरी ओए धोनी यहाँ से जाओ दिल्ली की तरह आ रहा है लेग्स अप करना है ऐसा वाला हाँ ओके മോനെ പൊളിച്ച് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്യണം കുറച്ച് പേടിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ട്രൈ ചെയ്യണം മസ്റ്റ് ട്രൈ कैसा लगा मजा है मजा आया कि नहीं हाँ। वन से स्टैंड अप ഞങ്ങൾ വന്ന് ലാൻഡ് ചെയ്തത് പക്ഷേ വിചാരിച്ച പോലെയല്ല കേട്ടോ പിള്ളേരൊക്കെ നല്ല ട്രെയിൻഡ് ടീമാണ് ഞങ്ങൾ അവിടുന്ന് വരുന്നതിന് മുമ്പ് ലൈസൻസ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇത് ഇവരുടെ ലാൻഡിങ് സെക്ഷനാണ് ഒരാളിത് ഇങ്ങനെ വരുന്നുണ്ട് മിക്കവാറും ഇവിടത്തേക്കിനെ ആയിരിക്കും അതുപോലെ അപ്പുറം വേറെ ലാൻഡിങ് സെക്ഷനുണ്ട് ഒരുപാട് ലാൻഡിങ് പോയിന്റ് ഉണ്ട് ഇതായിരുന്നു എൻ്റെ പാരറ്റ് അങ്ങനെ പാരാഗ്ലൈഡിംഗ് ഒക്കെ കഴിഞ്ഞ് ജുബയൊക്കെ ഹാപ്പി ആയിട്ടോ തിരിച്ചു വന്നത്. എന്തായാലും മസ്റ്റായിട്ട് പോകേണ്ടത് തന്നെയാന്ന് കേട്ടോ എന്നോടും പറഞ്ഞത്. പക്ഷെ എനിക്ക് ഹൈറ്റ് പേടിയായതുകൊണ്ട് കേട്ടോ ഞാൻ പോകാൻ. പിന്നെ ഞങ്ങൾ കുളുന്ന് ഡൽഹിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വ്യൂ കാണാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ. കൂടിയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. ഇതാട്ടോ സംഭവം. അടുക്ക് ഇനി ചുമ്പൊക്കെ പോലാം. ഒരു മിനിറ്റ് അവിടെ നിന്ന് ഇതാട്ടോ സംഭവം. ജസ്റ്റ് ഒരു തൂക്കുവാരം മാത്രമാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഇങ്ങനെ പോലെ മാത്രം കേട്ടോ. നല്ല വ്യൂ ആണ്. അങ്ങനെ പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ നമ്മൾ പഞ്ചാബിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു രാത്രി ആയിട്ടുണ്ട് കേട്ടോ പഞ്ചാബിലെത്തുമ്പം തന്നെ. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് വരുന്ന ടൈമിൽ കയറിയ ആ ഒരു ഹോട്ടലുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ അവിടെ തന്നെയാണ് കേട്ടോ ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറിയത്. അങ്ങനെ അവിടെ നിന്ന് ഡിന്നറും കഴിച്ച് പിന്നെ ഡൽഹിയിലേക്ക് വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ടൈം ഇതിപ്പോൾ 1 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ കേട്ടോ നമ്മൾ ഡൽഹിയിലെത്തിയത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഐസ് നല്ല ഉറക്കാന്ന്. ഇനി നാളെ രാത്രി ഒരു 10 മണിക്കാട്ടോ നമ്മുടെ ട്രെയിന്. അപ്പോൾ ഇവിടുന്ന് ഒരു 12 മണി അങ്ങനെ ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ നമ്മൾ മുന്നേ വന്നതാണ് ഡൽഹിയിൽ. അതുകൊണ്ട് കാണാൻ അങ്ങനെ സ്ഥലങ്ങളൊന്നും എല്ലാം കണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മൈസിനെ കിടന്ന് കാണുന്നു. എൻ്റെ ഗ്ലൗ ഒന്നേ ഉള്ളൂ. നിങ്ങളത് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്. അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. സരോജിനി മാർക്കറ്റിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ നോക്കിയാട്ടോ അവിടെ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് റോഡെല്ലാം ഫുൾ വെള്ളത്തിലായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് സരോജിനി പോക്ക് എന്തായാലും നടക്കില്ല. അതുകൊണ്ട് അത് ഞങ്ങൾ ഫ്ലോപ്പ് ചെയ്ത് ഞങ്ങൾ റൂമിൽ എന്താ പറയുക ഒരു 6 o'clock വരെ റൂം എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ അതിനുശേഷം ഞങ്ങൾ ക്യാബ് വിളിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവാട്ടോ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് 5 ആണ്. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകലാണ്. ഐസിന് ഒരു 10 മണി ആയതുകൊണ്ട് തന്നെ ഉറക്ക് വരുന്നതുകൊണ്ട് ഞാൻ തട്ടിയിട്ടാട്ടോ ഉണ്ടായത്.
അപ്പോൾ ഞങ്ങൾ പോകുന്ന ടൈമിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ നല്ല തിരക്കായിരുന്നു. ഇരിക്കാനും നിൽക്കാൻ പോലും സ്ഥലമില്ല, അത്രയും തിരക്കിനും അത്രയും ആളുണ്ട്. പിന്നെ ഞങ്ങൾ ട്രെയിന് വന്നിട്ടുണ്ടേനു. ഞങ്ങൾ വേഗം തന്നെ ട്രെയിനിലേക്ക് കയറി. ഞങ്ങൾ ഡൽഹിയിലേക്ക് വരുമ്പോൾ എടുത്ത പോലെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, 3 ടയർ AC ആകുമ്പോൾ കുറച്ചുകൂടി ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ പറയുക, വീഡിയോ എടുക്കാൻ തീരെ പറ്റിയിട്ടില്ല കേട്ടോ. ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് നമ്മുടെ നാട്ടുകാരില്ലാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഐസിക്കിൻ്റെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലൈസി പിന്നെ ഇപ്രാവശ്യം കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് വിചാരിച്ച പോലെ കൺജസ്റ്റഡ് ആയിട്ടുള്ളത് വരുമ്പോൾ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അടിപൊളിയായി. നൈജിക്ക് ഫ്രണ്ടിനെ കിട്ടുകൊണ്ട് ആള് കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഇനി എന്തായാലും നാട്ടിലെത്തിച്ച് കാണാം. ഞങ്ങളിത് നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ട്രിപ്പെല്ലാം അലഹദില്ല നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്കാട്ടോ. ട്രെയിനൊന്നും അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നേരം വീട്ടിലേക്ക് പോകാനാണ്. നമ്മൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ട്രിപ്പ് കഴിഞ്ഞതിന് സങ്കടമുണ്ട്, വീടെത്തുന്നതിന് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്വപ്ന യാത്ര ഇവിടെ കഴിയാം കേട്ടോ. ഇതുപോലത്തെ കുറേ യാത്രകൾ പോകണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പോകാൻ പറ്റുകയാണെങ്കിൽ ഞാനെല്ലാം വീഡിയോയിലൂടെ നിങ്ങളെയും കൂടി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രാവൽ ജേണി ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.